എവറിത്തിങ് ഡയബറ്റീസിൻ്റെ ഇനിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയബറ്റീസും ഫാറ്റി ലിവറും. ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ എന്നോടൊപ്പം കൊച്ചിയിലെ എമിനൻറ്റ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ ഷെലി പോളാണുള്ളത്. സോ ഡോക്ടർ ഷെലി, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ ഷെലി, ആദ്യം തന്നെ ഇപ്പോൾ നമ്മുടെ പ്രാക്ടീസിൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന വളരെ ഒരു കോമൺ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ ഇത്ര നാളും വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലായി പല കാരണം കൊണ്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫാറ്റി ലിവറിൻ്റെ പേര് തന്നെ നമ്മൾ മാറ്റിയേക്കുവാണ്. ഡോക്ടർ ഷെലി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പറയും, അതെനിക്കറിയാം. പക്ഷേ അപ്പം നമുക്ക് മനസ്സിലായത് ഇതിൽ ഒരു ലിവർ ഫാറ്റി ആവാമെന്ന് മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുപറ്റും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഫാറ്റി ലിവർ തന്നെ വേണമെങ്കിൽ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറാം. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഡോക്ടർ ഷെലിക്ക് ഇതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഓവർവ്യൂ ഒന്ന് തരാൻ പറ്റും? ഫാറ്റി ലിവറിനെ പറ്റി ഒരു സാമൂഹികമായിട്ട് ഫാറ്റി ലിവർ എങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് 1980 ആദ്യമായിട്ട് ലോകത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് മദ്യം കഴിക്കാത്തതായിട്ടുള്ള ലിവർ ഡിസീസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചിട്ട് ജോൺ ലോഡ്വിഗ് എന്നും പറഞ്ഞ് മേയോ ക്ലിനിക്കിൽ നിന്നാണ് ഈ ഫാറ്റി ലിവർ. പിന്നെ അന്ന് നമ്മുടെ ലൈഫ് സ്പാൻ, ജീവിത ദൈർഘ്യം വളരെ കുറവായിരുന്നു. 60 വയസ്സിലും താഴെ മരിച്ചു. ഇന്നിപ്പോൾ ജീവിത ദൈർഘ്യം കൂടി 75, 80, 85 ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ റിസർച്ച് പേപ്പേഴ്സ് ലോങ് ടൈം ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ഫാറ്റി ലിവറിനെ വെച്ച്. Then we realize it is not only a basic liver disease, but also it is a systemic disease where all the organs are affected. It's a metabolic disease. അതുകൊണ്ട് പണ്ടത്തെ NAFLD എന്നുള്ള പേര് മാറ്റി നമ്മുടെ MASLD, മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റേറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നുള്ളതാക്കി. ഇത് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വ്യായാമം കുറയുകയും ആ കലോറി ഊർജ്ജം കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ടതും ക്രമം അങ്ങോട്ടും തെറ്റുമ്പോൾ കൂടുതൽ ഫാറ്റ് ലിവറിലും മറ്റ് ഓർഗൻസിലും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഭാഗമായിട്ട് മൊത്തമായിട്ട് ഡയബറ്റിസ്, ഫാറ്റി ലിവർ ഡിസീസ്, കാർഡിയക് ഡിസീസ്, മറ്റ് എല്ലാ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ഹ്യൂമൻ ബോഡി അസോസിയേറ്റഡ് ഡിസീസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഈ ഫാറ്റി ലിവറിൽ വന്നിട്ടുള്ള പാരഡൈം ഷിഫ്റ്റ് ഇൻ തിങ്കിങ്. ഇറ്റ് ഈസ് എ സിസ്റ്റമിക് ഡിസീസ് rather than a ലിവർ അസോസിയേറ്റഡ് ഓർ ലിവർ ഓൺലി ഡിസീസ്. ഇതിൽ ഡയബറ്റിസ് നമ്മൾ ചിരപുരാതന കാലഘട്ടം മൊത്തം നമ്മളൊരു പ്രമേഹം ഒരു വലിയൊരു അസുഖമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച് പോയിരുന്നത്. ഇപ്പോൾ പ്രമേഹം ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് എ ഫാറ്റി ലിവർ ഡിസീസ്, മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റേറ്റോട്ടിക് ലിവർ ഡിസീസിൻ്റെ പാർട്ടാണ്. വെദർ ഫാറ്റി ലിവർ കംസ് ഫസ്റ്റ്, വെദർ ഡയബറ്റിസ് കംസ് ഫസ്റ്റ്, ഇറ്റ് ഈസ് നമുക്കറിയാതെ. പക്ഷേ ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിൽ ബഹുഭൂരിഷം ആൾക്കാർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യത കൂടുതലാണ്. ബിക്കോസ് അവരുടെ ഇൻസുലിൻ സെക്രഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ ഫാറ്റി ലിവർ കൂടുതലായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു 65 വയസ്സുള്ള ഒരു ഡയബറ്റിക് സ്ത്രീ. അപ്പം നോക്കി വന്നപ്പോൾ ഇവർക്ക് ഒരു അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ലിവർ ഡിസീസ് ആൻഡ് അതുമാത്രമല്ല ലിവർ ക്യാൻസർ, ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ വരെ ആയേക്കണം. അപ്പം നോക്കുമ്പോൾ ഇവരൊരു തുള്ളി ആൽക്കഹോൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഇതെന്ന് പറയുന്നത് അവർ ഹൈലി ഡയബറ്റിക് ആയിരുന്നു, കുറച്ച് വണ്ണമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ദാറ്റ് ഇതൊരു ഫാറ്റി ലിവർ മൂലം പതുക്കെ ഇത് നമ്മൾ അറിയാണ്ട് പോയി ആൻഡ് അത് സിറോസിസായി മാറി, ക്യാൻസറായി മാറി. അപ്പോൾ ഇതിപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കണ്ടുവന്ന ഒരു അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ പ്രോഗ്രസിങ്. അപ്പോൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഡോക്ടർ ഷെലിക്ക് ഈ ഫാറ്റി ലിവറിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ച് തരാമോ? ഗുഡ് ക്വസ്റ്റ്യൻ ഡോക്ടർ ടോം. ഫാറ്റി ലിവറിൽ നമ്മൾ സൊസൈറ്റിയിൽ വളരെ റാമ്പൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇൻഫാക്റ്റ് അറൗണ്ട് 30-35% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് അഫക്റ്റഡ് ബൈ ദ ഫാറ്റി ലിവർ ഡിസീസ്. ഒരുപക്ഷെ ഡയബറ്റിക് പോപ്പുലേഷനിൽ അതിൽ കൂടുതൽ ഒരുപക്ഷെ കാണാൻ സാധ്യതയാണ്. അതിൽ ഈ ഫാറ്റി ലിവർ ഡിസീസ് പേഷ്യൻ്റ് നമ്മൾ ഡയബറ്റീസ് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സമൂഹത്തിൽ 5%, 6%, മേ ബി അറൗണ്ട് 8% ആയിട്ട്. പക്ഷേ സമൂഹത്തിൽ 30% ജനങ്ങൾ ഓൾറെഡി ഫാറ്റി ലിവറിന് അഫക്റ്റഡ് ആണ്. സോ ഈ ഫാറ്റി ലിവർ കൊണ്ടാണ് ഡയബറ്റീസ് വന്നിട്ടുള്ളത്, ഡയബറ്റീസ് കൊണ്ടാണ് ഫാറ്റി ലിവർ വന്നിട്ടുള്ളത്, അതൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഏരിയയാണ്, തീരുമാനങ്ങളായിട്ടില്ല. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഫാറ്റി ലിവർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. പണ്ട് ഫാറ്റി ലിവറിൻ്റെ ഒരു മാത്രമായിട്ടൊരു അസുഖമായിരുന്നു. പിന്നെ നമ്മൾ കാലഘട്ടമാണ് ചെല്ലുന്നതിനനുസരിച്ച് ജീവിതദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ഫാറ്റി ലിവറിനോട് അസോസിയേറ്റഡ് ആയിട്ട് പല ഡിസീസ് ഇൻക്ലൂഡിങ് ഡയബറ്റിസ് ഉണ്ട്, അതർത്ഥം നമ്മൾ ലിങ്ക് ചെയ്തു.
ഈ പറഞ്ഞ രോഗിയിലെ 65 വയസ്സായി കഴിഞ്ഞപ്പോൾ നമ്മൾ ലിവർ ഡിസീസ് കണ്ടെത്തി. പക്ഷേ ഒബീസ് ആയിരുന്നു. ഒബീസിറ്റി ഈസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ലിവർ ഡിസീസ്. അപ്പോൾ വളരെ ഏർലി ആയിട്ട് തന്നെ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നോക്കി, ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടോ എന്ന് നോക്കി അതിൻ്റെ മെറ്റബോളിക് പാരാമീറ്റേഴ്സ് മാനേജ് ചെയ്ത് പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഫാറ്റി ലിവർ റിലേറ്റഡ് സിറോസിസ് റിലേറ്റഡ് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഡോക്ടർ ഷെല്ലി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഒരു കാര്യം പോയത്, ഇപ്പോൾ നമ്മൾ സാധാരണ സിറോസിസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലാവും ആൽക്കഹോൾ. ഈ ആൾ മിക്കവാറും പുരുഷന്മാർ, ഈവൻ സ്ത്രീകൾ വരുമ്പോൾ ഇനി ഇവർ ആൽക്കഹോൾ കുടിച്ചിട്ടുണ്ടോ എന്ന് വരെ നമുക്കൊരു സംശയം തോന്നാറുണ്ട്. അപ്പോൾ പക്ഷേ നമുക്കിപ്പോൾ ഡോക്ടർ ഷെല്ലി പറഞ്ഞതെന്നും നമ്മുടെ ചുറ്റിനും നടക്കുന്നതെന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഈ കൊഴുപ്പ്, വയറിൻ്റെ ഉള്ളിലുള്ള കൊഴുപ്പ്, ഫാറ്റ് ഇസ് പെർഹാപ്സ് ആൽക്കഹോളിനേലും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് എൻ്റെ മനസ്സിൽ കൂടെ വളരെ വളരെ ശക്തമായിട്ടുള്ള ചോദ്യമാണിത്. ഇതിൻ്റെ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ സമൂഹത്തിലെ 30% ആൾക്കാരിലാണ് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഈ മദ്യം കഴിക്കുന്നവരിൽ 30% ആൾക്കാരിലാണ് ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള രോഗികൾ മദ്യം കഴിക്കുന്നതാണോ മദ്യം കൊണ്ടാണോ ഇത് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആൽക്കഹോൾ എലോൺ നീഡ് നോട്ട് ബി ദ കോസ്. അപ്പോൾ ആൽക്കഹോൾ കഴിക്കാത്തവരിലും 30% ഓഫ് ദ പോപ്പുലേഷൻ വെദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ ആർ സപ്പോസ് ടു ഹാവ് ഫാറ്റി ലിവർ ഡിസീസ്. അതെ, അപ്പോൾ അവർ മദ്യം കഴിച്ചാൽ ഫാറ്റി ലിവർ ഡിസീസിൻ്റെ സിറോസിസ് ആവാനുള്ള പ്രോബബിലിറ്റി വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കും. കറക്റ്റ്. സോ ദേ വിൽ ഗെറ്റ് ഏർലി ലിവർ ഡിസീസ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 65 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 65-70 വയസ്സാകുമ്പോഴേക്കും ഫാറ്റി ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. മദ്യം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും. ഫാറ്റി ലിവർ ഡിസീസോ സിറോസിസ് റിലേറ്റഡ് മറ്റ് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ വരാനായിട്ട് ആൽക്കഹോൾ ഈസ് നോട്ട് എ മാൻഡേറ്ററി തിങ്. നമ്മൾ ഓൾഡ് തിങ്കിങ്ങിൻ്റെ പാർട്ടാണ്. സിറോസിസ് ഒന്ന് കള്ളുപിടിച്ചുണ്ടോ, ഫസ്റ്റ് ചോദ്യം. ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ സിറോസിസ് ഉണ്ടോ, നിങ്ങൾ ഒബീസായിരുന്നോ? അതെ, ആ വെയിറ്റും ഇവിടെ അരവണ്ണവും ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതലും ഒരു ഇത് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു. ആൽക്കഹോൾ ഒരു ഇത് കാരണം അല്ലാന്നല്ല പറയുന്നത്. ഓൾ വിൽ ഓഗ്മെന്റ് ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ്. പക്ഷേ ആൽക്കഹോൾ കണ്ടമാനം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ തിന്നാണെങ്കിൽ യു വിൽ ഗെറ്റ് ലിവർ ഡിസീസ്. തീർച്ചയായും. ഡോക്ടർലി അങ്ങ് ഈ ഫാറ്റി ലിവറിനെ ഈ അടുത്ത് വരെ NAFLD അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് നമ്മളിതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളിപ്പം നമ്മുടെ പേഷ്യൻസിനെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ നമ്മുടെ പുരുഷന്മാരുടെ ഇടയിൽ എസ്പെഷ്യലി ഈവൻ ഇപ്പോൾ ഈ ഇടയിൽ ഇവൻ സ്ത്രീകൾ കേഷണലീസ് നമ്മൾ ചോദിക്കുമ്പോൾ അവർ കുറച്ച് ആൽക്കഹോൾ, ഈ കുറച്ചെന്ന് പറയുമ്പോൾ അതെന്താ ഈ കുറച്ചെന്നുള്ളത് എക്കാലത്ത് എൻ്റെ മനസ്സിലൊരു സംശയം വരാനുണ്ട്. അപ്പോൾ ഡോക്ടർലിക്ക് ഈ ഒരു നമ്മൾ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ആൽക്കഹോളിക് ലിവർ ഡിസീസ് നമ്മൾ പറഞ്ഞു ഈ അടുത്ത് വരെ. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ആൽക്കഹോൾ തന്നെയായിരുന്നു ഇത്ര നാളും നമ്മുടെ മനസ്സിൽ ഇതിനൊരു കാരണം, പ്രധാന കാരണം. പക്ഷെ ഇപ്പോൾ അത് മാറി. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വൺസ് ഇൻ എ വേ കഴിക്കുന്ന ആൽക്കഹോളിക് ഒരു പാക്ടർ കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരു ഫാറ്റി ലിവർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലിവറിൻ്റെ പ്രശ്നം വരുമ്പോൾ ഒരു ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ പെടുത്തു അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഡിസീസിൽ പെടുത്തു. ഡോക്ടർ ഇപ്പം വാട്ട് യു സെഡ് ഈസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇടയ്ക്ക് പലപ്പോഴും ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു പെഗ് കഴിക്കണ്ടേ, ഇസ് ഇറ്റ് ഗുഡ് ബാഡ് ഓർ വെദർ ഐ ആം മാൻഡേറ്റഡ് ടു ബിക്കം എ ആൽക്കഹോളിക് ലിവർ ഡിസീസ്. പക്ഷേ ഇതിൽ ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നുള്ള പേരിൻ്റെ സ്റ്റിഗ്മ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ NAFLDയിൽ ആൽക്കഹോൾ എന്നുള്ള വാക്ക് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് മെറ്റബോളിക് അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര ആൽക്കഹോൾ കഴിക്കണമെന്ന് പേഷ്യൻ്റ് പറയണമെന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിന് കൃത്യമായിട്ടൊരു അളവൊക്കെ പേഷ്യൻറ്റിനും അറിയില്ല, നമുക്കും അറിയില്ല, സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആൽക്കഹോളിനെ മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ട് നമുക്കൊരു ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഒന്നും ബ്രാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളുടെ ടെർമിനോളജിയിൽ നമ്മൾ ആൽക്കഹോളിനെ ഡിലീറ്റ് ചെയ്തത്, മെറ്റബോളിക് അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്നുള്ളതിലേക്ക് മാറ്റിയത്. ടു ആക്സലറേറ്റ് അസെൻറ്റുവേറ്റ് ദെയർ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഒരു ആൽക്കഹോളിക് എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു എത്തും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കാതിരിക്കും നമ്മുടെ പ്രശ്നമില്ല. പേഷ്യൻറ്റിനെ മെറ്റബോളിക് അസോസിയേറ്റഡ് ലിവർ ഡിസീസ് ഉണ്ടോ, വിത്ത് ഓർ വിത്തൗട്ട് ആൽക്കഹോൾ കഴിക്കണമെങ്കിൽ കുറയ്ക്കുക, അത് ആൽക്കഹോൾ കൂടുതൽ കഴിക്കണമെങ്കിൽ കണ്ടമാനം നിർത്തുക. ബട്ട് ബേസിക്കലി വി ഹാവ് ടു അഡ്രസ് ദ ഫാറ്റ് കണ്ടൻറ്റ് ഇൻ ദ ലിവർ. ലെസ് ദാൻ 5% കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റും.
അതാണ് ഉണ്ടാകുന്നത്. വെദർ ബൈ കർട്ടൈലിംഗ് ദ ആൽക്കോഹോൾ, വെദർ കർട്ടൈലിംഗ് ദ കലോറി, വെദർ കർട്ടൈലിംഗ് ദ ഫാറ്റ്. അതെ, എനിക്ക് ഡോക്ടർ ഷെല്ലി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം ഞാനൊരു സിനിമയിൽ ഒരു ഡയലോഗായിരുന്നു, അയാളും ഞാനും എന്ന് പറഞ്ഞൊരു, എനിക്ക് 2013 പൃഥ്വിരാജ് ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ. അപ്പോൾ അതിനകത്ത് ക്യാരക്ടർ ആരാന്ന് പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളി ഒരു ക്രോണിക് ലിവർ ഡിസീസ് പേഷ്യൻ്റാണ്. അപ്പം പ്രതാപ് ബോത്തനാണ് ഡോക്ടർ പേര് ഞാൻ മറന്നുപോയി. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ കുറേ ഹോസ്പിറ്റലുകളിൽ പോയി, എനിക്ക് ഒന്നും, ബിക്കോസ് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻ്റാണ്, അപ്പോൾ എനിക്ക് ഒരു ഇതും കിട്ടിയില്ല. അപ്പോൾ അവസാനം ഈ ഡോക്ടർ സാമുവൽ എന്നാണ് ഈ പ്രതാപ് ബോത്തൻ്റെ പേര്. അപ്പോൾ ഡോക്ടർ സാമുവൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൽക്കഹോൾ നിർത്തൂ. അതുകൊണ്ട് ഞാൻ നിർത്തി, എനിക്ക് എല്ലാം ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം, സംഭവം ഈ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഫാറ്റി ലിവർ, ബട്ട് ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർ അത് തന്നെ വേണം എന്നുള്ള ഒരു, അതിൽ എനിക്ക് തോന്നുന്നു ഇല്ലേ, എനിക്ക് ഡോക്ടർ ഷെല്ലിയുടെ കാഴ്ചപ്പാടിൽ വെൻ യു ഹാവ് എ ലിവർ ഡിസീസ്, ആൽക്കഹോൾ ഈസ് ഡെഫിനറ്റീവ് നോ. അതെ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഓഡിയൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിത്ത് ഫാറ്റി ലിവർ, വിത്തൗട്ട് ഫാറ്റി ലിവർ, എനി ലിവർ ഡിസീസ്, ആൽക്കഹോൾ ഈസ് എ ഡെഫിനറ്റീവ് നോ. സോ അതിൽ യാതൊരു ഡൗട്ടും ഒരാളും വിചാരിക്കേണ്ടായിരുന്നില്ല. ഇതുണ്ടായത് വെദർ ചിക്കൻ ഓർ എഗ് ഈസ് ഫസ്റ്റ്, വി ഡോണ്ട് നോ. പക്ഷേ ആൽക്കഹോൾ വല്ലപ്പോഴും ഒരിക്കൽ കഴിച്ചുകൊണ്ട് മാത്രം ലിവർ ഡിസീസ് വരണമെന്നില്ല, എല്ലാ ദിവസവും കഴിച്ചുകൊണ്ട് ലിവർ ഡിസീസ് വരണമെന്നില്ല. പക്ഷേ ലിവർ ഡിസീസ് നമ്മൾ ഇൻഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോ ആൽക്കഹോൾ നോ, നോ ഡൗട്ട് അബൌട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് എടുക്കേണ്ട ഒരു മെസ്സേജ് ഡോക്ടർ ഷെല്ലി പറഞ്ഞത്, ദാറ്റ് ഈ മെറ്റബോളിക് ലിവർ ഡിസീസിൽ ഒക്കേഷണൽ ആൽക്കഹോൾ കഴിക്കുകയോ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ, ഇതൊക്കെ ഒരു ഇതാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ലിവർ ഡിസീസ് ഉണ്ട്. ഇത് മെറ്റബോളിക് പിന്നെ ആൽക്കഹോൾ ഇല്ല, മെറ്റബോളിക് ലിവർ ഡിസീസ് ആണോ ഇത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണോ എന്ന് അതിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്കഷനിൽ വലിയൊരു ഇതില്ല. വോട്ട് എവർ ഇറ്റ് ഇസ്, ആൽക്കഹോൾ നിർത്തുക, ആൻഡ് പിന്നെ ആ മെറ്റബോളിക് പാർട്ട് നമ്മൾ വി ഹാവ് ടു ഡീൽ വിത്ത്, അത് വി വിൽ ഡിസ്കസ് ലേറ്റർ. ഇപ്പോൾ ഞാൻ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം എൻ്റെ പ്രാക്ടീസിൽ, ഈ നമ്മൾ ലിവർ ഡിസീസ് എന്ന് പറയുന്നു, ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നു, പക്ഷേ ഇത് എങ്ങനെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാം? ഇപ്പോൾ ലിവർ ഡിസീസ് എന്ന് പറയുമ്പം നമ്മൾ ഏതൊരാളും മിക്കപ്പോഴും നമ്മളൊരു അൾട്രാസൗണ്ട് ഒരു റിപ്പോർട്ടായിട്ടായിരിക്കും പേഷ്യൻ്റ് വരിക, ഫാറ്റി ലിവർ ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇത് വാട്ട് ഈസ് ദി ലെവൽ, നമ്മളിത് ഭയപ്പെടണോ അല്ലെങ്കിൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സംഘർഷമാണ് എൻ്റെ മനസ്സിൽ. അപ്പം എനിക്കറിയാം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡോക്ടർ ഷെല്ലിയാണ് ആപ്റ്റ് പേഴ്സൺ ടു ടെൽ മീ ഇത് എങ്ങനെ നമ്മളൊരു കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യും, എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ വെരി സയൻറ്റിഫിക്കലി, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നമ്മൾ ഫാറ്റി ലിവർ എങ്ങനെ ഒരു പേഷ്യൻറ്റിൽ സസ്പെക്റ്റ് ചെയ്യണം, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഹൗ ടു ഡിറ്റക്റ്റ്. നമ്മൾ യൂഷ്വലി ഒബീസ് പേഴ്സൺസോ ഓർ അൾട്രാസൗണ്ട് റിപ്പോർട്ടോ വരില്ല. അൾട്രാസൗണ്ട് റിപ്പോർട്ടിൽ grade 1 ഫാറ്റി ലിവർ, grade 2 ഫാറ്റി ലിവർ, ഓർ സം ഒബീസിറ്റി സ്ക്രീനിങ്ങിൽ നമ്മൾ ഫാറ്റി ലിവർ കണ്ടു. ദെൻ വെദർ ഇറ്റ് ഈസ് എ ഫാറ്റി ലിവർ ഡിസീസ് ഓർ നോട്ട്. പിന്നെ വേറൊരു കാര്യവും നമ്മൾ കാണാറുണ്ട് ഡോക്ടർ, ഈ ലിവർ എൻസൈംസ്, SGOT, നമ്മൾ ഫസ്റ്റ് അൾട്രാസൗണ്ട് റിപ്പോർട്ടിൽ നമ്മളിങ്ങനെ ഒരു ഇമേജ് കണ്ടു. വെദർ ഇറ്റ് ഈസ് റിലവൻറ്റ്, വെദർ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി റിലവൻറ്റ്, ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പിക്കപ്പ് ചെയ്യണം. അതിൽ SGOT, SGPT അങ്ങനത്തെ ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആണെങ്കിൽ ദറ്റ് ഈസ് എ സൈൻ ഓഫ് ലിവർ ഇൻഫ്ലമേഷൻ, നോട്ട് ഓൺലി സിമ്പിൾ ഫാറ്റ് ഡെപ്പോസിഷൻ ബട്ട് ഡിസീസിൻ്റെ ബിഗിനിങ്. എന്തോ അവിടെ നടക്കേണ്ടതുള്ള ഒരു സൂചന. ഇന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് നീർക്കെട്ട് ഓർമ്മ നമ്മൾ ഇൻഫ്ലമേഷൻ എന്നുള്ള സിറ്റുവേഷനിലെത്തി. സോ that can rapidly progress the liver disease. പക്ഷേ ഇൻഫ്ലമേഷൻ ഇല്ലെങ്കിലും ഫാറ്റ് മാത്രം ഉണ്ടെങ്കിലും ലേറ്റർ പേഷ്യൻറ്റിന് ലിവർ ഡിസീസ് വരാം. അപ്പോൾ നമ്മൾ ഇനോക്കസ് സിമ്പിളായിട്ടുള്ള പേഷ്യൻ്റ്, എസ്പെഷ്യലി ഓൾ ഡയബറ്റിക് പേഷ്യൻറ്റ് ഷുഡ് അണ്ടർഗോ അൾട്രാസൗണ്ട് സ്ക്രീനിങ്, ആൻഡ് ഇഫ് ദേ do have a hyper echogenicity of fatty grade 1 or grade 2, grade 3 fatty liver, we should assess it further whether it is fibrosis is there or not. For that നമ്മൾ ഫൈബ്രോസ്കാൻ ഓർ ഷിയർ വേവ് എലാസ്റ്റോഗ്രാഫി ഈ രണ്ട് വെച്ചിട്ട് എത്ര ഫൈബ്രോസ് ലിവർ ചുരുക്കം എന്തോരം തുടങ്ങിയിട്ടുണ്ട്, ലിവർ എത്ര കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് ഇത് രണ്ടും ഒന്ന് വെച്ചിട്ട് നമുക്ക് ഫാറ്റി ലിവർ എന്തോരം സിറോസിസിലേക്ക് അടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ഡയബറ്റിക് പേഷ്യൻസ് ഷുഡ് അണ്ടർഗോ an ultrasound screening
and a fibroscan or shear wave elastography and LFT. Then we will get a clear profiling about the fatty liver disease. ഞാൻ ഡോക്ടർ ഷെല്ലി ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു വികാരം എന്ന് പറയുന്നത് ദാറ്റ് ഈവൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇപ്പം ഞാനൊരു ഫാറ്റി ലിവർ റിപ്പോർട്ട് കാണുമായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുമോ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാം ദാറ്റ് ഇത് നമുക്ക് കുറേയും കൂടെ അതിൻ്റെ ഡീറ്റെയിലിൽ ഉള്ളിലേക്ക് പോയിട്ട് ആർക്കൊക്കെ ഇതൊരു പ്രശ്നം വരാനുള്ള ആൻഡ് സിമ്പിൾ ടെസ്റ്റിൽ കൂടെ നമുക്കിത് കറക്റ്റായിട്ട് പറയാനുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് ഹോപ്പ് ദാറ്റ് കുറേ ഈ ക്രോണിക് ലിവർ ഡിസീസിൽ പോകാനുള്ള സാധ്യതയുള്ള ആൾക്കാരെ നമ്മൾക്ക് നേരത്തെ തന്നെ പിക്കപ്പ് ചെയ്തിട്ട് ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ആ ഡിസീസിനെ അതിൻ്റെ പ്രോഗ്രഷൻ മാറ്റി വിടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോൾ ഡോക്ടർ ഷെല്ലി എനിക്ക് തന്നത്. നമ്മൾ വളരെ ഏർലി ആയിട്ട് നമ്മൾ ഫാറ്റി ലിവർ ഡിസീസ് ഡിറ്റക്ട് ചെയ്ത് ഇപ്പോൾ ഫൈബ്രോസിൻ്റെ ബിഗിനിങ് ആണ് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റോട് അഗ്രസീവായിട്ട് എക്സസൈസ് ചെയ്ത് കലോറി റിഡക്ഷൻ ചെയ്ത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് പോവുകയാണെന്ന് വെച്ചാൽ ഒരു 1 സ്റ്റേജ് റിഡക്ഷൻ ഓഫ് ദ ഫാറ്റി ലിവർ ഈസ് പോസിബിൾ. അതുകൊണ്ട് ആ ഒരു 1 സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പോൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആൻഡ് സിറോസിസ്. അപ്പോൾ ഒരു 1 സ്റ്റേജ് റിഡക്ഷൻ ഇറ്റ് സെൽഫ് ഈസ് എ വെരി ബിഗ് തിങ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 30-40% നമ്മുടെ സമൂഹത്തിൽ ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് നമ്മുടെ കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാനായിട്ടായിരിക്കും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് വരിക. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഫാറ്റി ലിവർ. പക്ഷേ നമുക്കറിയാം ദാറ്റ് ഇത് ഈ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഒരു പക്ഷേ വെറും ഒരു ഫാറ്റി ലിവർ അല്ല, വേറെയും കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാം. ആൻഡ് നമ്മളത് മിസ് ചെയ്ത് പോയാൽ അത് വെറും ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം അത് ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡോക്ടർ ഷെല്ലി ഒന്ന് എലാബറേറ്റ് ചെയ്യും. ഒരു അൾട്രാസൗണ്ട് റിപ്പോർട്ടിൻ്റെ ഫാറ്റി ലിവർ എന്ന് കണ്ടു കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ SGOT, SCBD or AST, ALT if it is elevated, some disease is happening. ആ ഒരു ഇൻഫ്ലമേറ്ററി സിനാരിയോയിൽ it may be metabolic diseases or it may be alcoholic disease. Other than these 2 common things, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെദർ എനി വൈറൽ ഡിസീസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആണോ, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ട്രീറ്റബിൾ ആയിട്ടുള്ള വൈറൽ തീർച്ചയായും. ഇതൊക്കെ വെച്ച് ഈ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി കാരണം ലിവർ ഇൻഫ്ലമേഷൻസ് വരാം, ലിവർ സിറോസ് വരാം. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു എസെൻഷ്യാലിറ്റിയാണ്. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള പല ഡിസീസുകളുണ്ട് ലൈക്ക് കോപ്പർ ആൻഡ് ലിവർ, കോപ്പർ അയൺ മെറ്റബോളിസം, വിൽസൺസ് ഡിസീസ്, ഹീമോക്രോമറ്റോസിസ്, സിനോസോട്രോസിസ്, അങ്ങനത്തെ പല ഡിസീസ്. അപ്പോൾ അതിൻ്റെ അയൺ പ്രൊഫൈൽ, കോപ്പർ പ്രൊഫൈലൊക്കെ നമ്മൾ ചെയ്ത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ മാർക്കേഴ്സ് ചെയ്ത് ഹെപ്പറ്റൈറ്റിസ് സിയുടെ മാർക്കേഴ്സ് ചെയ്ത് അത് എക്സ്ക്ലൂഡ് ചെയ്തു. അതർവൈസ് ഇഫ് യു മിസ് ഇറ്റ്, ഹെപ്പറ്റൈറ്റിസ് സി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ക്യാൻ പ്രോഗ്രസ് ആൻഡ് റാപ്പിഡ്ലി ഡാമേജ് ദ ലിവർ ഇൻ ടു എ സിറോസിസ്. ഇതാണ് നമ്മൾ പ്രിവെൻറ്റബിൾ കോസസ് ഓർ ഒരു ഇൻ്റർവീൻ ചെയ്യേണ്ടതായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ഡോക്ടർ ഷെല്ലി പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലായത് ഫാറ്റി ലിവറിന് പറയുമ്പോൾ അത് വെറും കൊഴുപ്പടിഞ്ഞുകൊണ്ട് മാത്രം ആവണമെന്നില്ല, വേറെ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം ഇല്ലയെന്ന് നമ്മൾ സ്ഥിരീകരിച്ച് എന്നാൽ മാത്രമാണ് ഇതൊരു ഫാറ്റി ലിവറായിട്ട് നമുക്ക് കണക്കാക്കുകയും അതനുസരിച്ച് ചികിത്സിക്കാനും പാടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ക്ലൂഷൻ ഉണ്ട്. ഈ ഫാറ്റി ലിവർ ഡിസീസുള്ള പേഷ്യൻറ്റിനും ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഒരു രണ്ടും കൂടി അസോസിയേറ്റ് ചെയ്തിട്ട് പോണ കാര്യമാണ്. അപ്പം നമ്മൾ റൊട്ടീൻലി നമ്മൾ ഒരു ഫാറ്റി ലിവറിനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എക്സ്ക്ലൂഡ് ചെയ്ത് ട്രീറ്റേഴ്സ്. ഇപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം, നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി, സി ഒക്കെ മിസ് ചെയ്ത് പോയാൽ അത് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഇതാണ്. ആൻഡ് അത് ഒരു വലിയൊരു ഗുരുതരമായ അവസ്ഥയിൽ നമ്മൾ ഈ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യുന്നതിലും വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥകളാണ് ഇതൊക്കെ. രണ്ടും ഒരുമിച്ച് എന്നുള്ളൊരു സിനാറിയോ ഇസ് കോമൺ. അപ്പോൾ അതുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പ്രിഫറബിളി ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും സ്ക്രീനിങ് ഇസ് വെരി യൂസ്ഫുൾ. തീർച്ചയായിട്ടും. ആൻഡ് സിമിലർലി ഓട്ടോഇമ്യൂൺ ലിവർ ഡിസീസ് അതിനെയൊക്കെ നോക്കേണ്ടത് വളരെ നല്ലൊരു പ്രാക്ടീസാണ്. ഡോക്ടർ ഷെല്ലി വളരെ നല്ലൊരു ഇൻസൈറ്റാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് തന്നേക്കുന്നത്. താങ്ക് യു. നമ്മളിപ്പം നമ്മുടെ ഡിസ്കഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസ് ചിലപ്പം ഭയപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെന്താ പറഞ്ഞത്, 40% അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഇൻഷുറൻസ് അതിൽ 30% ആൻഡ് അതിൽ ഒരു 3-4% ആൾക്കാർക്ക് ഒരു ക്രോണിക് ലിവർ ഡിസീസായിട്ട് മാറാം, സിറോസിസ് ആയിട്ട് മാറാം. അതിൽ
കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ക്യാൻസറായിട്ട് മാറാം. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ പോപ്പുലേഷൻ ഒരു ഓൾമോസ്റ്റ് 1 ബില്യൺ പോപ്പുലേഷനിൽ 30% ആൾക്കാർക്ക് ഫാറ്റി ലിവർ, അതിൽ ഇത്ര ശതമാനം ആൾക്കാർ സിറോസായിട്ട് മാറുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഓഡിയൻസിന് ആദ്യം തന്നെ അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത് ഇത് നമുക്ക് നിർത്താൻ പറ്റുമോ? ഓക്കെ, നമ്മൾ ഡയഗ്നോസിസിനെ കുറിച്ച് പറഞ്ഞു, ബട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്തു, ഓക്കെ, ഇനിയിപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ? ഫാറ്റി ലിവർ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള. ഫാറ്റി ലിവറിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ആൻഡ് വെയ്റ്റ് റിഡക്ഷൻ. എക്സസൈസ് മോർ ദൻ 30 minutes പെർ ഡേ ആൻഡ് അറ്റ്ലീസ്റ്റ് മോർ ദൻ 150 minutes പെർ വീക്ക്. ദാറ്റ് ഈസ് മിനിമം. ആൻഡ് വെയ്റ്റ് റിഡക്ഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് മോർ ദൻ 5%. ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയ തന്നെ കുറേ ഫാറ്റി ലിവർ ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. പിന്നെ ഫാറ്റി ലിവറിൻ്റെ കുറേ പുതിയ മരുന്നുകൾ വരട്ടെ. ആൻഡ് എസ്പെഷ്യലി യുവർ എൻഡോക്രിനോളജിസ്റ്റ്, ലോട്ട് ഓഫ് ആൻറ്റി ഡയബറ്റിക് മെഡിക്കേഷൻസ് came into recently. They all do have a significant impact on the fatty liver because they will reduce the fat. Actual total body fat also will be reduced, especially newer drugs. So you may be the best person to make a comment on this impact of പ്രമേഹത്തിനുള്ള പുതിയ ചികിത്സാ വിധിയും ലിവർ ഡിസീസിന് എന്തോരം ഫാറ്റ് കുറയ്ക്കാനായിട്ട് വരുന്നുള്ളതിനായിട്ട് യു മേ ബി മോർ ബെറ്റർ. തീർച്ചയായിട്ടും ഡോക്ടർ ഷെല്ലി, താങ്ക് യു ഫോർ പുട്ടിങ് ദ ക്വസ്റ്റ്യൻ ബാക്ക് ടു മീ. അപ്പം ഞാനും ഡോക്ടർ ഷെല്ലി പറഞ്ഞ ഒരു ആദ്യം തന്നെ ബിഫോർ മരുന്നുകളിലേക്ക് ഈവൻ ചിന്തിക്കുന്നതിന് മുമ്പ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഇത് 3 വെയ്റ്റ് ലോസ്, വെയ്റ്റ് ലോസ്, വെയ്റ്റ് ലോസ്. ബിക്കോസ് വെയ്റ്റ് ലോസ് ആണ് ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സ. അതിൽ നിന്ന് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ വെയ്റ്റ് ലോസിൽ ഈ എക്സസൈസ് ആൻഡ് കലോറി റെസ്ട്രിക്ഷൻ മാത്രമല്ലാണ്ട് നൗ വി ഹാവ് സോ മെനി എൻഡോസ്കോപ്പിക് മെഷേഴ്സ് ആർ ഓൾസോ ദർ, ലൈക്ക് putting a balloon, putting a sleeve, endoscopic balloon, and surgical reduction of the gastric volume, and bariatric surgery. So many technologies are there. So are high risk procedures. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വെയിറ്റ് കുറയ്ക്കുമെന്നല്ല, വെയിറ്റ് കുറയണം. വെയിറ്റ് കുറയുമ്പോൾ തീർച്ചയായിട്ടും ഫാറ്റി ഈ ഇത് അവസ്ഥയ്ക്ക് ഒരു നല്ലൊരു ശതമാനം ഇത് കുറയും. പിന്നെ ഡോക്ടർ ഷെല്ലി ഇപ്പോൾ നൂതനമായിട്ടുള്ള ഡയബറ്റിക് ചികിത്സകളെ കുറിച്ച് സംസാരിച്ചു. അത് എനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നി. ബിക്കോസ് ഞാൻ ഓർക്കുന്നുണ്ട് ഈ ടെർസെപ്റ്റൈഡ്, ഇപ്പോൾ മൂഞ്ചാറോ എന്ന് പറഞ്ഞൊരു മരുന്ന് പ്രമേയത്തിന് വന്നു, പക്ഷേ അത് ഇപ്പോൾ കൂടുതലും ഞങ്ങൾ അമിതവണ്ണത്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടെർസെപ്റ്റൈഡ് കേൾക്കുന്നത് തന്നെ ഒരു 2-3 വർഷം മുമ്പ്. ആദ്യത്തെ ഒരു പഠനം എന്ന് പറയുന്നത് ലിവർ ഫാറ്റ് കുറയ്ക്കുന്നതായിട്ടാണ് ഈ ടെർസെപ്റ്റൈഡ്. ഫസ്റ്റ് സ്റ്റഡി ലിവർ ഫാറ്റ് കുറയ്ക്കുന്നതായിട്ടാണ് നമ്മൾ ഈ മരുന്ന് ആദ്യം നമ്മൾ അത് ഇതിനെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് തന്നെ. അത് കഴിഞ്ഞ് ഇപ്പം 3 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നു നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നു, ഇത് കുറയ്ക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വെയിറ്റ് കുറഞ്ഞ ഫാറ്റി ലിവർ അത് മെൽറ്റ് ചെയ്ത് പോവും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈവൻ നമുക്ക് മുഞ്ചാറോ പോലെ വിഗോവി ഉണ്ട്, അത് സെമാഗ്ലൂട്ടൈഡിൻ്റെ 2.4 milligrams ഒരു പ്രിപ്പറേഷനാണ്. അതേപോലെ നമുക്ക് SGLT2 ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അതും പ്രോബബ്ലി ഇപ്പോൾ ഈ ഒരു മൂഞ്ചാറോ അല്ലെങ്കിൽ GLP-1 ബേസ്ഡ് തെറപ്പി മൂഞ്ചാറോ വിഗോവിൻ്റെ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല, എന്നാലും അതും ചെറിയൊരു വെയിറ്റ് ലോസ് ഉണ്ടാക്കും. ആൻഡ് അതിനും ഒരു മൈനർ റോൾ ഫോർ ഫാറ്റി ലിവർ ഉണ്ടാവാം. പിന്നെ പയോഗ്ലിറ്റസോൺ എന്ന് പറഞ്ഞൊരു ഇത്, അത് വേറൊരു ഇത് നമ്മൾ ആദ്യം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പയോഗ്ലിറ്റസോൺ എന്താ ചെയ്യുന്നത്, നമ്മുടെ വിസറൽ അത് നമ്മുടെ അവയവങ്ങളുടെ ലിവറിൻ്റെയും സ്പ്ലീൻ്റെയൊക്കെ ചുറ്റിനുള്ള ഫാറ്റ് മാറ്റിയിട്ട് നമ്മുടെ തൊലിപ്പുറത്തിൻ്റെ താഴെയുള്ള സബ്ക്യൂട്ടേനിയസ് ഫാറ്റിലേക്ക് മാറ്റും. അപ്പോൾ അതൊരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പഠനങ്ങളിൽ ഡോക്ടർ ഷെല്ലിക്ക് അറിയാം, ചില പഠനങ്ങളിൽ വിസറൽ ഫാറ്റ്. അതെ, അപ്പോൾ അതുകൊണ്ട് അതിലും ചില അപ്പോൾ നമുക്ക് കുറേ ഇപ്പം മരുന്നുകളുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ്, വെയിറ്റ് ലോസ്, വെയിറ്റ് ലോസ്. But not only weight loss, the pharmacotherapy like newer medication, including the SGLT2 inhibitors and this tricyclide and semaglutide and other coming drugs which are triple antagonists are coming, they all may have a paradigm shift in the thinking about the fatty liver. And the disease progression പറ്റിയിട്ടുള്ള തിങ്കിങ് പോലും മാറ്റാം. പക്ഷേ സ്റ്റഡീസ് ആർ യെറ്റ് ടു ബി റൈറ്റ്. സോ ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ മേ ബി ഈ ഒരു കാലഘട്ടം ഇസ് വെരി പ്രോമിസിങ്. ബിക്കോസ് കുറേ മരുന്നുകളും വരുവാണ്. Too many drugs are coming in the fatty liver ഉള്ള ഒരു രോഗി
നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അവരുടെ HbA1c പറ്റാവുന്നത്ര കുറച്ച് നിർത്തുക, വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കേഷൻസ്. ദാറ്റ് ഷുഡ് ബി ദ ടാർഗറ്റ്. ആൻഡ് അവോയ്ഡ് ആൽക്കഹോൾ. ദാറ്റ് ഈസ് ദ പഞ്ച് ലൈൻ. അവോയ്ഡ് ആൽക്കഹോൾ, റെഡ്യൂസ് ദ വെയിറ്റ്. നമ്മൾ ഇത്രം ഫാറ്റി ലിവറിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റിമെയിൻസ്, ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നമുക്കിത് തടുക്കാൻ പറ്റുമോ? അതായത് ഡോക്ടർ ടോം പറഞ്ഞ ഫാറ്റ് ലിവർ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആബ്സല്യൂട്ട്ലി. ഫാറ്റ് ലിവർ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കുകയാണെങ്കിൽ, പണ്ട് നമ്മളുടെ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ഒക്കെ വളരെ തിൻ ആൻഡ് ലീനായിട്ടുള്ള മനുഷ്യരായിരുന്നു. സ്കൂളിലൊന്നും പോയ നല്ല മണ്ണുള്ള പിള്ളേരൊക്കെ വളരെ കുറവായിരുന്നു എല്ലാവരും. ഇപ്പം നമ്മൾ സ്കൂളുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9ാം ക്ലാസ് 10ാം ക്ലാസ് പിള്ളേരൊക്കെ നമ്മളെക്കാളും വലിയ തിൻ പിള്ളേർ പിള്ളേരെ കാണില്ല. അപ്പോൾ വെൻ വി ലുക്ക് അറ്റ് their dietary habits, they are eating in these high calorie diets with the fat, cheese and all of those things. So from that point onwards, we should make them to learn how to eat healthy. അപ്പോൾ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അഡൾട്ടിൽ ഈ ഫാറ്റി ലിവർ ഡിസീസ്, ഒബീസിറ്റി റിലേറ്റഡ് ലിവർ ഡിസീസ് ക്യാൻ ബി സിഗ്നിഫിക്കൻ്റ്ലി റിഡ്യൂസ്ഡ്. And of course, as the national policy also, we are introducing the vaccination for the viral diseases that we already implemented. And of course, screening of the viral disease and managing it. So, healthy lifestyle integration in the school age group, that may be very, very, very relevant, which we have ignored to some extent. So, if they can eat quality vegetarian diet, quality non-vegetarian diet, rather than the fatty meals. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഐ ഡോണ്ട് നോ ഹൗ ഡോക്ടർ ഷെല്ലി എന്താ ഇതിന് ഒരു ഇത് പറയാൻ പോണെന്ന് അറിയില്ല. പക്ഷേ ഈ സപ്ലിമെൻറ്റ്സ്, ഈ ഹെർബൽ സപ്ലിമെൻറ്റ്സ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈവൻ കുട്ടികൾക്ക് ഒരു ഓവറോൾ വെൽബീയിങ്ങിന് ആ ടോണിക് ഈ ടോണിക് ഓർ ഈവൻ ലേറ്റർ ഇൻ ലൈഫ് അങ്ങനെയൊക്കെ. സോ ആൻഡ് വി നോ ദാറ്റ് ഇതൊക്കെ ഇവൻച്വലി നമ്മുടെ ലിവർ അല്ലേ ഇത് മെറ്റബോളൈസ് ചെയ്യേണ്ടത്. ഇതേപോലെ ഈ ഡയറ്ററി സപ്ലിമെന്റ്സ് ആർ നോട്ട് നെസസറി അറ്റ് ഓൾ. All these dietary supplements, the augmentation, that's calcium rich food, this food, that food, we hear a lot of things of food. These foods are going to be harmful rather than beneficial. ഇതെല്ലാം നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ Normal food is more than enough for all our growths. അതെ. If you supplement, it will additionally add the calories. വെൽ സെഡ് ഡോക്ടർ ഷെല്ലി. ബിക്കോസ് ഇതുപോലെ ഒരു സാധനം ആവശ്യമില്ല. പലപ്പോഴും ഇത് നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്തതൊന്നും നമുക്കറിയില്ല. It is very critical that you eat what food we have in our nearby. Don't try to import food and eat. Correct. That is the best slogan. നമ്മുടെ ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ ഫുഡ്സ്, ഹോം ഫുഡ്സിലേക്ക് what food you can procure. Correct. Don't try to import food. ഡോക്ടർ ഷെല്ലി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദ ഷോ. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ 2-3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ സിറോസിസ് ലിവറിൻ്റെ റിവേഴ്സലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഗവേഷണം ചെയ്ത് ചൈനയിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു ഡോക്ടറാണ് ഡോക്ടർ ഷെല്ലി. അപ്പോൾ ഡോക്ടർ ഷെല്ലീനെ എനിക്ക് ഈ ഒരു ഡിസ്കഷനിൽ കിട്ടിയത് അത് വളരെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ 2, ഒരു എൻഡോക്രൈനോളജിസ്റ്റ്, ഡയബറ്റോളജിസ്റ്റിന് ഞങ്ങൾ 2 പേരും എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ഒരുമിച്ച് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഓർ ഒരു ഫോമാറ്റ് ഫാറ്റി ലിവർ കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ആൻഡ് ഈ 2 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഡയബറ്റീസും ഫാറ്റി ലിവറും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത 2 ഇതാണ്. അപ്പം ഞങ്ങൾ 2 പേരും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡീപ്പ് ഡൈവ് ചെയ്തു. ആൻഡ് ഐ എം ഷുവർ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഹവ് കം. പിന്നെ 3ാമത്, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഗ്രേറ്റ് ഡെപ്ത്സിലേക്കാണ് നമ്മൾ പോയേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരു യൂസ്ഫുൾ സെഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ആൻഡ് പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ലവ്ഡ് വൺസ്.